നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ സബ്ജക്റ്റുകൾ മാരത്തോൺ പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മുടെ കേട്ടറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ചോദ്യം. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഡാഷ് മൈ ഗ്രാൻഡ് പാരൻസ് നെക്സ്റ്റ് വീക്ക്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇവിടെ ഏത് വേർബ് ഫോം യൂസ് ചെയ്യും? വിസിറ്റ് ഉണ്ട്, വിസിറ്റിംഗ് ഉണ്ട്, വിസിറ്റഡ് ഉണ്ട്, ടു വിസിറ്റ് ഉണ്ട്. ആദ്യം തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ്, ഇവിടെ ഒരു ടു ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ടു ഏതായാലും വരില്ലല്ലോ, ടു വരില്ല. പിന്നെ നമുക്ക് കൊടുക്കാൻ ടു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേർബിൻ്റെ ഒന്നാമത്തെ രൂപം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും എന്താണ്, ഒരു ത്വരയാണ് അല്ലേ? ടു കണ്ടു കഴിഞ്ഞാൽ വേർബിൻ്റെ ഒന്നാമത്തെ രൂപം കൊടുക്കാൻ. ബട്ട് ആക്ച്വലി ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന ഫ്രേസൽ വേർബ്, അതായത് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന ഫ്രേസൽ വേർബിന് ശേഷം വേർബ് പ്ലസ് ING രൂപമാണ് കൊടുക്കേണ്ടത്. വേർബിൻ്റെ ഒന്നാമത്തെ രൂപം കൊടുത്താൽ അത് തെറ്റും. ലുക്കിംഗ് ഫോർവേഡ് ടു വിസിറ്റിംഗ്, ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ്, ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ് വരുന്നത് എന്താ? പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്, എക്സെപ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഈഗേർലി, എക്സ്പെക്റ്റിംഗ് ഈഗേർലി എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വേർബ് പ്ലസ് ING ആണ് കൊടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു വിസിറ്റിംഗ് മൈ ഗ്രാൻഡ് പാരൻസ് നെക്സ്റ്റ് വീക്ക് കേട്ടോ. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടുവിൻ്റെ മീനിങ് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്, ഈഗേർലി, വെയിറ്റിംഗ്, ഈഗേർലി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്ന കേട്ടോ. സതോർത്തിരിക്കും. ഇനി അടുത്തത് വീണ്ടും അത് ആ ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു ചോദ്യമാണ്, സ്ഥിരമായിട്ട് വരുന്നതാണ്. വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ? പോസ്റ്റഡ്, പോസ്റ്റിംഗ് എന്തെടുക്കാൻ പറ്റും? വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ. ഇനി ഇവിടെ വുഡ് യു മൈൻഡ് എന്ന് തന്നെ ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് ഡു യു മൈൻഡ് എന്ന് ചോദിക്കും. ഡു യു മൈൻഡ് എന്നും ചോദിക്കാം. വുഡിന് പകരം ഡു വരാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനു ശേഷവും വേർബ് പ്ലസ് ING ആണ് വരുന്നത് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടായിരിക്കും. ഡു യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ? വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ? അപ്പോൾ വുഡ് യു മൈൻഡിന് ശേഷവും ഡു യു മൈൻഡിന് ശേഷവും വേർബ് പ്ലസ് ING ആണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. വേർബ് പ്ലസ് ING ആണ് വരുന്നത് എന്നുള്ളൊരു ഓർമ്മയിലുണ്ടായിരിക്കും. ഇനി ഈ ഭാഗത്തുനിന്ന് വേറൊരു സാധനം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ നോക്കണം നിങ്ങൾ, സെൻറ്റൻസ് എങ്ങനെയാ? വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കൊടുക്കല്ലേ, ഞാനത് എഴുതുന്നില്ല. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ. ഇനി ഈ സെൻറ്റൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്? ഇതൊരു ചോദ്യമാണോ? ഇതൊരു കമാൻഡാണോ? ഇതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഇതൊരു അബിലിറ്റി കാണിക്കുന്ന സാധനമാണോ? അല്ല, ഇതെന്താണ്? ഒരു റിക്വസ്റ്റ് മേക്ക് ചെയ്യാണ് അല്ലേ? അപ്പം വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? റിക്വസ്റ്റ് ആണ് എന്നുള്ളൊരു ബോധ്യം കൂടെ ഉണ്ടായിരിക്കുക. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റ് ആണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കുക. അപ്പം ഞാൻ ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം ഏത് വേർബ് ഫോം വരും എന്ന് പറഞ്ഞു, അതേപോലെ വുഡ് യു മൈൻഡിന് ശേഷം ഏത് വേർബ് ഫോം വരും എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു സാധനം എന്താണ്? ഒരു റിക്വസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്തത് ഒരു പ്രൊപ്പസിഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു ചോദ്യമാണ്. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ കേട്ടറ്റ് പരീക്ഷകളിൽ വരുന്നൊരു പ്രൊപ്പസിഷനാണ്. ഹി പ്രിഫേർഡ് ക്ലാസിക്കൽ മ്യൂസിക് ഡാഷ് പോപ്പുലർ. പ്രിഫർ, മുൻഗണന കൊടുക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രിഫർ നോക്കണേ നിങ്ങൾ, പ്രിഫർ എ ഉണ്ട്, ബി. ഞാൻ എനേക്കാൾ, അതായത് എ പ്രിഫർ ചെയ്യുന്നുണ്ട്, ബി പ്രിഫർ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആണ് പ്രിഫർ ചെയ്യുന്നത്, നോട്ട് പോപ്പുലർ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏത് പ്രൊപ്പസിഷൻ വരും എന്നുള്ളതാണ് ചോദ്യം. ഫ്രം ഉണ്ട്, ഓഫ്, ഓവർ, ടു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിഫർ എന്ന് പറയുന്ന വേർബിന് ശേഷം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രിഫർ എ ടു ബി ആ വരുന്നത്.
ബിയേക്കാൾ മുൻഗണന കൊടുക്കുന്ന ആർക്കാ? എക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അടുത്തതാണ് മോഡൽ ഓക്സിലറി വേർബിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഞാൻ എടുത്തത്. വി ഡാഷ് പ്ലേ ഓൾ ദ ടൈം വെൻ വി വർ കിഡ്സ്. വില്ലുണ്ട്, ഓട്ടു ഉണ്ട്, ക്യാൻ ഉണ്ട്, യൂസ്ഡ് ഉണ്ട്. അത് നമുക്ക് ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. വി ഡാഷ് പ്ലേ ഓൾ ദ ടൈം വെൻ വി വർ കിഡ്സ്. ഇവിടെ എന്താണ് കീവേഡ് എന്ന് പറയുന്നത്? വെൻ വി വർ കിഡ്സ്, ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ. പാസ്റ്റ്. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടൈം അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ സമയവും കളിക്കുമായിരുന്നു. അതായത് നമ്മുടെ പാസ്റ്റിലെ ഹാബിറ്റ് അല്ലേ മക്കളെ ഇവിടെ പറയുന്നത്? ആ പാസ്റ്റ് ഹാബിറ്റാ പറയുന്നത്. പാസ്റ്റ് ഹാബിറ്റുകളെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് യൂസ്ഡ് ടു. വി യൂസ് ടു പ്ലേ ഓൾ ദ ടൈം വെൻ വി വർ കിഡ്സ്. അപ്പോൾ പാസ്റ്റിലെ സമയം കൊടുത്തിട്ടുണ്ടോ നോക്കുക. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഇത്രയും ദൂരം നീന്താറുണ്ടായിരുന്നു, ഇത്രയും ദൂരം നടക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയണം. അപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ നോക്കുക. പണ്ട് കാലത്ത് പാസ്റ്റില്, അതേപോലെ ഇവിടെ അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് യൂസ്ഡ് ടു. സോ അത് ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേറൊരു മോഡൽ ഓക്സിലറി വെർബിന്റെ ചോദ്യമാണ്. അതേ ഒരു പാറ്റേണിൽ വരുന്ന തന്നെയാണ്. വെൻ വി വർ യങ് വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. ക്യാൻ ഉണ്ട്, കുഡ് ഉണ്ട്, മേ ഉണ്ട്, മൈറ്റ് ഉണ്ട്. ഇവിടെ എന്തില്ല? യൂസ് ടു ഇല്ല. പകരം ക്യാനും കുഡും മേയും മൈറ്റും ഉള്ളത്. വെൻ വി വർ യങ്, ഞങ്ങള് ചെറുതായിരുന്ന സമയത്ത്, ഞങ്ങൾക്ക് പ്രായം അധികം ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ ഇതേപോലെ എന്തായിരുന്നു അല്ലേ? ഇവിടെ നമുക്ക് പറയാം യൂസ് ടു പ്ലേ. യൂസ് ടു പ്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കാറുണ്ടായിരുന്നു എന്നാണ്. ബട്ട് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും? ക്യാൻ എന്ന് കൊടുക്കാൻ പറ്റും. ക്യാൻ എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ക്യാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ടെൻസിൽ മാത്രം യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. വെൻ വി വേർ യങ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് പ്രസന്റ് ടെൻസിൽ മാത്രം യൂസ് ചെയ്യുന്നൊരു സാധനം കേട്ടോ, പ്രസന്റ് ടെൻസിൽ. അതേപോലെ മേയും നമ്മൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം. ഇനി കുഡാണോ മൈറ്റ് ആണോ എന്നാണ്. കുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അതായത് എനിക്കതിനുള്ള അബിലിറ്റി ഉണ്ടായിരുന്നു പണ്ട് ചെയ്യാനുള്ള. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്നല്ല, എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു, എൻ്റെ അബിലിറ്റി പറയാണ്. അപ്പോൾ കുഡാണ് നമ്മുടെ ആൻസർ. ഞങ്ങൾ യങ് ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സമയം കളിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി? പാസ്റ്റ് അബിലിറ്റിയാണ്, ഹാബിറ്റ് അല്ല കേട്ടോ. പാസ്റ്റ് അബിലിറ്റിയെ കുറിച്ചിട്ട് പറയാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കുഡ് യൂസ് ചെയ്യുന്നത്. മൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിബിലിറ്റി പറയാനാണ്. പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ഒരു സാധനം. അപ്പോൾ കുഡാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. യൂസ് ടു കഴിഞ്ഞാൽ പിന്നെ കുഡാണുള്ളത്. യൂസ് ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കുഡാ. അത് ചോദ്യം വരും. കുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാസ്റ്റ് അബിലിറ്റിയെ കുറിച്ചിട്ട് പറയുന്ന ഒരു സാധനമാണ്. സോ അത് നോക്കി വെക്കാം. ഇനി നമ്മൾ വേറൊരു ചോദ്യം കൂടെ മോഡൽ ഓക്സിലറിയിലാണ്. ഡാഷ് യു ടച്ച് ദ സീലിംഗ്. സീലിംഗ് ഉണ്ട്, ഷാൾ ഉണ്ട്, ക്യാൻ ഉണ്ട്, വില്ലുണ്ട്, വുഡ് ഉണ്ട്. എന്ത് ചോദിക്കും? പാസ്റ്റ് അബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് കുഡായിരിക്കും യൂസ് ചെയ്ത. അപ്പോൾ കുഡിൻ്റെ പ്രസന്റ് ഫോം എന്താ? കുഡിൻ്റെ പ്രസന്റ് ഫോം അല്ലേ മക്കളെ ക്യാൻ എന്ന് പറയുന്നത് അല്ലേ? കുഡിൻ്റെ പ്രസന്റ് ഫോമാണ് ക്യാൻ. കുഡ് പാസ്റ്റ് അബിലിറ്റി ആണെങ്കിൽ ക്യാൻ എന്തായിരിക്കും? ക്യാൻ എന്ന് പറയുന്നത് പ്രസന്റ് അബിലിറ്റി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ക്യാന് പറയാം. സീലിംഗ് നിനക്ക് തൊടാൻ സാധിക്കുമോ? നിനക്ക് അതിനുള്ള അബിലിറ്റി ഉണ്ടോ? സീലിംഗ് തൊടാനുള്ള അബിലിറ്റി ഉണ്ടോ നിനക്ക്? അപ്പോൾ നമ്മൾ ചോദിക്കുക ക്യാൻ യു ടച്ച് ദ സീലിംഗ്. ഇപ്പോൾ പ്രസന്റ് അബിലിറ്റിയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുക. ഇനി പണ്ട് കാലത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുഡ് യൂസ് ചെയ്യും. അപ്പോൾ ക്യാനും കുഡും യൂസും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി മോഡൽ ഓക്സിലറിയിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള മുൻവർഷത്തിൽ ചോദിച്ചൊരു ചോദ്യം ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ദ ഹൗസ് ഈസ് സോ ഡേർട്ടി, ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്.
യൂസ് ഓഫ് മോഡൽ ഓക്സിലറി വെർബ്. അപ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ മോഡൽ ഓക്സിലറി വെർബിന്റെ ഉപയോഗം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഇതിലെ മോഡൽ ഓക്സിലറി വെർബ് നോക്കാം. ദ ഹൗസ് ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി ആണ്, ബട്ട് മോഡൽ ആണോ? അല്ല, ഇതൊരു പ്രൈമറി ഓക്സിലറി ആണ് അല്ലേ. അപ്പൊ ഈസ് അല്ല. ഐ റിയലി മസ്റ്റ് ആണ് നമ്മുടെ മോഡൽ ഓക്സിലറി വെർബ്. അപ്പോൾ ഇവിടത്തെ മസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? ഒബ്ലിഗേഷൻ, നിർബന്ധത, ബാധ്യസ്ഥത ഇത് എക്സ്പ്രസ് ചെയ്യാനാണോ? അതോ ഒരു അഡ്വൈസ് കൊടുക്കാനാണോ, ഉപദേശം കൊടുക്കാനാണോ? അതോ ടു ഗിവ് പെർമിഷൻ, അനുവാദം കൊടുക്കാനാണോ? ടു ഡിനോട്ട് അബിലിറ്റി, കഴിവ് അല്ലെ, അബിലിറ്റി, നേരത്തെ പറഞ്ഞ അബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണോ? ദ ഹൗസ് ഈസ് സോ ഡേർട്ടി, നമ്മുടെ വീട് ഭയങ്കര എന്താണ്, പൊടി പിടിച്ച് കിടക്കാണ്, ഡേർട്ടിയാണ്, വൃത്തികേടായിട്ട് കിടക്കാണ്. ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ക്ലീൻ ചെയ്യണം, അതെൻ്റെ ഒരു ബാധ്യതയാണ് അല്ലേ. അപ്പൊ നമ്മൾ പറയാണ് മസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക? ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? മസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അഡ്വൈസ് കൊടുക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക? അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നോർമലി ഷുഡാ പറയാം, ഷുഡ്. അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനമാണ് യു ഹാവ് എ ഹൈ ഫീവർ, നിനക്ക് നല്ല പനിയുണ്ട്. യു ഷുഡ് സീ എ ഡോക്ടർ, നീ ഒരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും എന്നാണ്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ പോയൊരു ഡോക്ടറെ കാണുന്ന, ബട്ട് അത് ആക്ച്വലി അതിൻ്റെ അർത്ഥം ഒരു ഉപദേശമാണ് കേട്ടോ. യു ഷുഡ് സീ എ ഡോക്ടർ. അപ്പോൾ അഡ്വൈസ് പറയാനാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് ചോദിക്കുകയാണ്, ഷുഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളത് അഡ്വൈസ് പറയാനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഇനി പെർമിഷൻ കൊടുക്കാൻ യു മേ കം ഇൻ, അകത്തേക്ക് വന്നോളൂ, നിങ്ങൾക്ക് അനുവാദമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് മേ ആണ് നമ്മൾ പെർമിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പെർമിഷൻ കൊടുക്കാൻ, പെർമിഷൻ ചോദിക്കാനോ മേ ഐ കം ഇൻ എന്നുള്ളത് പെർമിഷൻ ചോദിക്കാനാണ്. പെർമിഷൻ നൽകാതിരിക്കാനോ, പെർമിഷൻ ഇല്ല എന്ന് പറയാനോ യു മെ നോട്ട് കം ഇൻ, നീ വരരുത്, നിനക്കതിനുള്ള അനുവാദം ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതാണ് മേ. ഇനി അബിലിറ്റി പറയാനോ, പ്രസന്റിൽ അബിലിറ്റി ആണെങ്കിൽ ക്യാന്, പാസ്റ്റിലേതാണെങ്കിൽ കുഡ്. അപ്പോൾ ഇതാണ് മോഡൽ ഓക്സിലറി വെർബ്സിൻ്റെ സ്ട്രക്ചർ. കാര്യങ്ങൾ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ടു പറഞ്ഞു, പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. കീവേഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ കുഡ്, പണ്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു, പാസ്റ്റിനെ കുറിച്ചിട്ട് പറയാണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്, ഇപ്പോൾ ഐ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്, എനിക്ക് ആ ബോക്സ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഒബ്ലിഗേഷൻ, യു മസ്റ്റ് വെയർ യുവർ ID കാർഡ്, നിൻ്റെ ID കാർഡ് നിങ്ങൾ ധരിക്കണം. യു മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ്, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം, ഒബ്ലിഗേഷൻ ആണ്. അഡ്വൈസ്, യു ഷുഡ് ടേക്ക് സം റെസ്റ്റ്, നീ റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? അഡ്വൈസ് ആണ്. പെർമിഷൻ കൊടുക്കാം, യു മേ എൻറ്റർ, മേ ആണ് അല്ലേ. സോ അത് ഓർത്തിരിക്കും. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. യു ഹാവ് എ ഹൈ ഫീവർ, ആർട്ടിക്കിൾ എ വരണം കേട്ടോ. യു ഹാവ് എ ഹൈ ഫീവർ, യു ഡാഷ് സീ ദ ഡോക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ എന്താണ്? ഒരു അഡ്വൈസ് കൊടുക്കാം. നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ സബ്ജക്റ്റുകൾ മാരത്തോൺ പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മുടെ കേട്ടറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ ആൻസറിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ചോദ്യം. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഡാഷ് മൈ ഗ്രാൻഡ് പാരൻസ് നെക്സ്റ്റ് വീക്ക്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇവിടെ ഏത് വേർബ് ഫോം യൂസ് ചെയ്യും. വിസിറ്റ് ഉണ്ട്, വിസിറ്റിംഗ് ഉണ്ട്, വിസിറ്റഡ് ഉണ്ട്, ടു വിസിറ്റ് ഉണ്ട്. ആദ്യം തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ്? ഇവിടെ ഒരു ടു ഉണ്ട്, അപ്പോൾ ഇവിടെ രണ്ട് ടു ഏതായാലും വരില്ലല്ലോ, ടു വരില്ല. പിന്നെ നമുക്ക് കൊടുക്കാൻ ടു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേർബിൻ്റെ ഒന്നാമത്തെ രൂപം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും എന്താണ്? ഒരു ത്വരയാണ് അല്ലേ. ടു കണ്ടു കഴിഞ്ഞാൽ വേർബിൻ്റെ ഒന്നാമത്തെ രൂപം കൊടുക്കാൻ. ബട്ട് ആക്ച്വലി ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന ഫ്രേസൽ വേർബ്
അതായത് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന ഫ്രേസൽ വേർബിന് ശേഷം വേർബ് പ്ലസ് ING രൂപമാണ് കൊടുക്കേണ്ടത്. വേർബിൻ്റെ ഒന്നാമത്തെ രൂപം കൊടുത്താൽ അത് തെറ്റും. ലുക്കിംഗ് ഫോർവേഡ് ടു വിസിറ്റിംഗ്, ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ്, ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന ഫ്രേസൽ വേർബിൻ്റെ മീനിങ് വരുന്നത് എന്താ? പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്, എക്സെപ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഈഗേർലി, എക്സ്പെക്റ്റിംഗ് ഈഗേർലി എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വേർബ് പ്ലസ് ING ആണ് കൊടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു വിസിറ്റിംഗ് മൈ ഗ്രാൻഡ് പാരൻസ് നെക്സ്റ്റ് വീക്ക് കേട്ടോ. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടുവിൻ്റെ മീനിങ് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്, ഈഗേർലി, വെയിറ്റിംഗ്, ഈഗേർലി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്ന കേട്ടോ. സതോർത്തിരിക്കും. ഇനി അടുത്തത് വീണ്ടും അത് ആ ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു ചോദ്യമാണ്, സ്ഥിരമായിട്ട് വരുന്നതാണ്. വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ? പോസ്റ്റഡ്, പോസ്റ്റിംഗ് എന്തെടുക്കാൻ പറ്റും? വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ. ഇനി ഇവിടെ വുഡ് യു മൈൻഡ് എന്ന് തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് ഡു യു മൈൻഡ് എന്ന് ചോദിക്കും. ഡു യു മൈൻഡ് എന്നും ചോദിക്കാം. വുഡിന് പകരം ഡു വരാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനു ശേഷവും വേർബ് പ്ലസ് ING ആണ് വരുന്നത് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടായിരിക്കും. ഡു യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ? വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ? അപ്പോൾ വുഡ് യു മൈൻഡിന് ശേഷവും ഡു യു മൈൻഡിന് ശേഷവും വേർബ് പ്ലസ് ING ആണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. വേർബ് പ്ലസ് ING ആണ് വരുന്നത് എന്നുള്ളൊരു ഓർമ്മയിലുണ്ടായിരിക്കും. ഇനി ഈ ഭാഗത്തുനിന്ന് വേറൊരു സാധനം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ നോക്കണം നിങ്ങൾ, സെൻറ്റൻസ് എങ്ങനെയാ? വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കൊടുക്കല്ലേ, ഞാനത് എഴുതുന്നില്ല. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ. ഇനി ഈ സെൻറ്റൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്? ഇതൊരു ചോദ്യമാണോ? ഇതൊരു കമാൻഡാണോ? ഇതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഇതൊരു അബിലിറ്റി കാണിക്കുന്ന സാധനമാണോ? അല്ല, ഇതെന്താണ്? ഒരു റിക്വസ്റ്റ് മേക്ക് ചെയ്യാണ് അല്ലേ. അപ്പം വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? റിക്വസ്റ്റ് ആണ് എന്നുള്ളൊരു ബോധ്യം കൂടെ ഉണ്ടായിരിക്കുക. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റ് ആണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കുക. അപ്പം ഞാൻ ലുക്ക് ഫോർവേഡ് ടുവിന് ശേഷം ഏത് വേർബ് ഫോം വരും എന്ന് പറഞ്ഞു, അതേപോലെ വുഡ് യു മൈൻഡിന് ശേഷം ഏത് വേർബ് ഫോം വരും എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു സാധനം എന്താണ്? ഒരു റിക്വസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്തത് ഒരു പ്രൊപ്പസിഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു ചോദ്യമാണ്. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ കേട്ടഡ് പരീക്ഷകളിൽ വരുന്നൊരു പ്രൊപ്പസിഷനാണ്. ഹി പ്രിഫേർഡ് ക്ലാസിക്കൽ മ്യൂസിക് ഡാഷ് പോപ്പുലർ. പ്രിഫർ, മുൻഗണന കൊടുക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രിഫർ നോക്കണേ നിങ്ങൾ, പ്രിഫർ എ ഉണ്ട് ബി. ഞാൻ എനേക്കാൾ, അതായത് എ പ്രിഫർ ചെയ്യുന്നുണ്ട്, ബി പ്രിഫർ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആണ് പ്രിഫർ ചെയ്യുന്നത്, നോട്ട് പോപ്പുലർ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏത് പ്രൊപ്പസിഷൻ വരും എന്നുള്ളതാ ചോദ്യം. ഫ്രം ഉണ്ട്, ഓഫ്, ഓവർ, ടു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിഫർ എന്ന് പറയുന്ന വേർബിന് ശേഷം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രിഫർ എ ടു ബി, പ്രിഫർ എ ടു ബി ആ വരുന്നത്. ബിയേക്കാൾ മുൻഗണന കൊടുക്കുന്ന ആർക്കാ? എക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അടുത്തതാണ് മോഡൽ ഓക്സിലറി വേർബിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഞാൻ എടുത്തത്. വി ഡാഷ് പ്ലേ ഓൾ ദ ടൈം വെൻ വി വർ കിഡ്സ്. വില്ലുണ്ട്, ഓട്ടു ഉണ്ട്, ക്യാൻ ഉണ്ട്, യൂസ്ഡ് ഉണ്ട്. ആദ്യം നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. വി ഡാഷ് പ്ലേ ഓൾ ദ ടൈം വെൻ വി വർ കിഡ്സ്. ഇവിടെ എന്താണ് കീവേഡ് എന്ന് പറയുന്നത്? വെൻ വി വർ കിഡ്സ്, ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ. പാസ്റ്റ്. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ സമയവും കളിക്കുമായിരുന്നു. അതായത് നമ്മുടെ പാസ്റ്റിലെ ഹാബിറ്റ് അല്ലേ മക്കളെ ഇവിടെ പറയുന്നത്.
പാസ്റ്റ് ഹാബിറ്റാണ് പറയുന്നത്. പാസ്റ്റ് ഹാബിറ്റുകളെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് യൂസ്ഡ് ടു. വി യൂസ് ടു പ്ലേ ഓൾ ദ ടൈം വെൻ വി വർ കിഡ്സ്. അപ്പോൾ പാസ്റ്റിലെ സമയം കൊടുത്തിട്ടുണ്ടോ നോക്കുക. ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ ഇത്രയും ദൂരം നീന്താറുണ്ടായിരുന്നു, ഇത്രയും ദൂരം നടക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാണ്. അപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ നോക്കുക. പണ്ട് കാലത്ത് പാസ്റ്റില്, അതേപോലെ ഇവിടെ അത് നമ്മുടെ ഒരു ഹാബിറ്റാണ് പറയുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് യൂസ്ഡ് ടു. സോ അത് ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് വേറൊരു മോഡൽ ഓക്സിലറി വെർബിന്റെ ചോദ്യമാണ്. അതേ ഒരു പാറ്റേണിൽ വരുന്ന തന്നെയാണ്. വെൻ വി വർ യങ് വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. ക്യാൻ ഉണ്ട്, കുഡ് ഉണ്ട്, മേ ഉണ്ട്, മൈറ്റ് ഉണ്ട്. ഇവിടെ എന്തില്ല? യൂസ് ടു ഇല്ല. പകരം ക്യാനും കുഡും മേയും മൈറ്റും ഉള്ളത്. വെൻ വി വർ യങ്, ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത്, ഞങ്ങൾക്ക് പ്രായം അധികം ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ ഇതേപോലെ എന്തായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് പറയാം യൂസ് ടു പ്ലേ. യൂസ് ടു പ്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കാറുണ്ടായിരുന്നു എന്നാണ്. ബട്ട് ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും? ക്യാൻ എന്ന് കൊടുക്കാൻ പറ്റും. ക്യാൻ എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ക്യാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് ടെൻസിൽ മാത്രം യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. വെൻ വി വേർ യങ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് പ്രസന്റ് ടെൻസിൽ മാത്രം യൂസ് ചെയ്യുന്നൊരു സാധനം കേട്ടോ, പ്രസന്റ് ടെൻസിൽ. അതേപോലെ മേയും നമ്മൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം. ഇനി കുഡാണോ മൈറ്റാണോ എന്നാണ്. കുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അതായത് എനിക്കതിനുള്ള അബിലിറ്റി ഉണ്ടായിരുന്നു പണ്ട് ചെയ്യാനുള്ള. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്നല്ല, എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു, എൻ്റെ അബിലിറ്റി പറയാണ്. അപ്പോൾ കുഡാണ് നമ്മുടെ ആൻസർ. ഞങ്ങൾ യങ് ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സമയം കളിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി? പാസ്റ്റ് അബിലിറ്റിയാണ്, ഹാബിറ്റ് അല്ല കേട്ടോ. പാസ്റ്റ് അബിലിറ്റിയെ കുറിച്ചിട്ട് പറയാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കുഡ് യൂസ് ചെയ്യുന്നത്. മൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിബിലിറ്റി പറയാനാണ്. പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ഒരു സാധനം. അപ്പോൾ കുഡാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. യൂസ് ടു കഴിഞ്ഞാൽ പിന്നെ കുഡാണുള്ളത്. യൂസ് ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കുഡാണ്. അത് ചോദ്യം വരും. കുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാസ്റ്റ് അബിലിറ്റിയെ കുറിച്ചിട്ട് പറയുന്ന ഒരു സാധനമാണ്. സോ അത് നോക്കി വെക്കാം. ഇനി നമ്മൾ വേറൊരു ചോദ്യം കൂടെ മോഡൽ ഓക്സിലറിയിലാണ്. ഡാഷ് യു ടച്ച് ദ സീലിംഗ്. സീലിംഗ് ഉണ്ട്, ഷാൾ ഉണ്ട്, ക്യാൻ ഉണ്ട്, വില്ലുണ്ട്, വുഡ് ഉണ്ട്. എന്ത് ചോദിക്കും? പാസ്റ്റ് അബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് കുഡായിരിക്കും യൂസ് ചെയ്ത. അപ്പോൾ കുഡിൻ്റെ പ്രസന്റ് ഫോം എന്താ? കുഡിൻ്റെ പ്രസന്റ് ഫോം അല്ലേ മക്കളെ ക്യാൻ എന്ന് പറയുന്നത് അല്ലേ? കുഡിൻ്റെ പ്രസന്റ് ഫോമാണ് ക്യാൻ. കുഡ് പാസ്റ്റ് അബിലിറ്റി ആണെങ്കിൽ ക്യാൻ എന്തായിരിക്കും? ക്യാൻ എന്ന് പറയുന്നത് പ്രസന്റ് അബിലിറ്റി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ക്യാന് പറയാം. സീലിംഗ് നിനക്ക് തൊടാൻ സാധിക്കുമോ? നിനക്ക് അതിനുള്ള അബിലിറ്റി ഉണ്ടോ? സീലിംഗ് തൊടാനുള്ള അബിലിറ്റി ഉണ്ടോ നിനക്ക്? അപ്പോൾ നമ്മൾ ചോദിക്കുക ക്യാൻ യു ടച്ച് ദ സീലിംഗ്. ഇപ്പോൾ പ്രസന്റ് അബിലിറ്റിയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുക. ഇനി പണ്ട് കാലത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുഡ് യൂസ് ചെയ്യും. അപ്പോൾ ക്യാനും കുഡും യൂസും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി മോഡൽ ഓക്സിലറിയിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള മുൻവർഷത്തിൽ ചോദിച്ചൊരു ചോദ്യം ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ദ ഹൗസ് ഈസ് സോ ഡേർട്ടി, ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. യൂസ് ഓഫ് മോഡൽ ഓക്സിലറി വെർബ്. അപ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ മോഡൽ ഓക്സിലറി വെർബിന്റെ ഉപയോഗം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഇതിലെ മോഡൽ ഓക്സിലറി വെർബ് നോക്കാം. ദ ഹൗസ് ഈസ് എന്ന് പറയുന്നത് ഓക്സിലറി ആണ്, ബട്ട് മോഡൽ ആണോ? അല്ല, ഇതൊരു പ്രൈമറി ഓക്സിലറി ആണ് അല്ലേ. അപ്പോൾ ഈസ് അല്ല. ഐ റിയലി മസ്റ്റ് ആണ് നമ്മുടെ മോഡൽ ഓക്സിലറി വെർബ്. അപ്പോൾ ഇവിടത്തെ മസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? ഒബ്ലിഗേഷൻ, നിർബന്ധത, ബാധ്യസ്ഥത ഇത് എക്സ്പ്രസ് ചെയ്യാനാണോ? അതോ ഒരു അഡ്വൈസ് കൊടുക്കാനാണോ? ഉപദേശം കൊടുക്കാനാണോ? അതോ ടു ഗിവ് പെർമിഷൻ, അനുവാദം കൊടുക്കാനാണോ? ടു ഡിനോട്ട് അബിലിറ്റി, കഴിവ് അല്ലെ. അബിലിറ്റി, നേരത്തെ പറഞ്ഞ അബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണോ?
ദ ഹൗസ് ഈസ് സോ ഡേർട്ടി. നമ്മുടെ വീട് ഭയങ്കര എന്താണ്, പൊടി പിടിച്ച് കിടക്കാണ്, ഡേർട്ടിയാണ്, വൃത്തികേടായിട്ട് കിടക്കാണ്. ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ക്ലീൻ ചെയ്യണം, അതെൻ്റെ ഒരു ബാധ്യതയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറയാണ് മസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക? ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? മസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അഡ്വൈസ് കൊടുക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക? അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നോർമലി ഷുഡാ പറയുക. ഷുഡ്. അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നൊരു സാധനമാണ് യു ഹാവ് എ ഹൈ ഫീവർ. നിനക്ക് നല്ല പനിയുണ്ട്. യു ഷുഡ് സീ എ ഡോക്ടർ. യു ഷുഡ് സീ എ ഡോക്ടർ. നീ ഒരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും എന്നാണ്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ പോയൊരു ഡോക്ടറെ കാണുന്ന. ബട്ട് അത് ആക്ച്വലി അതിൻ്റെ അർത്ഥം ഒരു ഉപദേശമാണ് കേട്ടോ. യു ഷുഡ് സീ എ ഡോക്ടർ. അപ്പോൾ അഡ്വൈസ് പറയാനാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് ചോദിക്കുകയാണ്, ഷുഡ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളത് അഡ്വൈസ് പറയാനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഇനി പെർമിഷൻ കൊടുക്കാൻ യു മേ കം ഇൻ. യു മേ കം ഇൻ. അകത്തേക്ക് വന്നോളൂ, നിങ്ങൾക്ക് അനുവാദമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് മേ ആണ് നമ്മൾ പെർമിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. പെർമിഷൻ കൊടുക്കാൻ. പെർമിഷൻ ചോദിക്കാനോ മേ ഐ കം ഇൻ. മേ ഐ കം ഇൻ എന്നുള്ളത് പെർമിഷൻ ചോദിക്കാനാണ്. പെർമിഷൻ നൽകാതിരിക്കാനോ പെർമിഷൻ ഇല്ല എന്ന് പറയാനോ യു മേ നോട്ട് കം ഇൻ. നീ വരരുത്, നിനക്കതിനുള്ള അനുവാദം ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതാണ് മേ. ഇനി അബിലിറ്റി പറയാനോ പ്രസൻറ്റിൽ അബിലിറ്റി ആണെങ്കിൽ ക്യാന്, പാസ്റ്റിലേതാണെങ്കിൽ കുഡ്. അപ്പോൾ ഇതാണ് മോഡൽ ഓക്സിലറി വേർബ്സിൻ്റെ സ്ട്രക്ചർ. കാര്യങ്ങൾ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ടു പറഞ്ഞു, പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. കീവേഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ കുഡ് പണ്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു, പാസ്റ്റിനെ കുറിച്ചിട്ട് പറയാണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്, ഇപ്പോൾ ഐ ക്യാൻ ലിഫ്റ്റ് എ ബോക്സ്. ഐ ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്. എനിക്ക് ആ ബോക്സ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഒബ്ലിഗേഷൻ യു മസ്റ്റ് വെയർ യുവർ ID കാർഡ്. നിൻ്റെ ID കാർഡ് നിങ്ങൾ ധരിക്കണം. യു മസ്റ്റ് വെയർ സീറ്റ് ബെൽറ്റ്. നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. ഒബ്ലിഗേഷൻ ആണ്. അഡ്വൈസ് യു ഷുഡ് ടേക്ക് സം റെസ്റ്റ്. നീ റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? അഡ്വൈസ് ആണ്. പെർമിഷൻ കൊടുക്കാം യു മേ എൻറ്റർ. മേ ആണ് അല്ലേ. സോ അത് ഓർത്തിരിക്കും. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. യു ഹാവ് എ ഹൈ ഫീവർ. ആർട്ടിക്കിൾ എ വരണം കേട്ടോ. യു ഹാവ് എ ഹൈ ഫീവർ. യു ഡാഷ് സീ ദ ഡോക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ എന്താണ്? ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. യു ഷുഡ് ഹാവ്, യു വിൽ, യു ഷുഡ്, യു ഡു. അപ്പോൾ എന്ത് കൊടുക്കാൻ പറ്റും? യു ഷുഡ് സീ ദ ഡോക്ടർ അല്ലേ. യു ഷുഡ് സീ ദ ഡോക്ടർ. അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണെന്നുള്ളൊരു ബോധ്യം കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ് യെസ്. ഇനി നമ്മൾ ടെൻസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവ്രി ഡേ. ഹാസ് റിട്ടൺ, ഈസ് റൈറ്റിംഗ്, റൈറ്റ്സ്, റോട്ട്. എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടെ കീവേഡ് എന്ന് പറയുന്നത് ഏതാ മക്കളെ? യെസ്. എവ്രി ഡേ, എല്ലാ ദിവസവും. ഒരാൾ എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഹാബിറ്റ് അല്ലേ? പതിവായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാബിറ്റ് അല്ലേ? അപ്പോൾ ഹാബിറ്റുകൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ടൈമാണ് എവ്രി ഡേ. എവ്രി ഡേ മാത്രമാണോ? അല്ല. നിങ്ങളുടെ സെൻറ്റൻസിൽ നിങ്ങൾ യൂഷ്വലി, ഓൾവേസ്, സംടൈംസ്, ഓഫ്റ്റൺ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ട ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഉണ്ടാകും, വേർബിൻ്റെ ഒന്നാമത്തെ രൂപമായിരിക്കും ഉണ്ടാവുക. വേർബിൻ്റെ ഒന്നാമത്തെ രൂപമായിരിക്കും. വേർബിൻ്റെ ഒന്നാമത്തെ രൂപം എന്ന് പറയുമ്പോൾ രണ്ട് ഫോമുകൾ വരുന്നുണ്ട്. ഒന്ന് സിംഗുലറും ഉണ്ട്, ഒന്ന് പ്ലൂരലും ഉണ്ട്. അപ്പോൾ സിംഗുലറും പ്ലൂരലും എങ്ങനെ മനസ്സിലാക്കുക? വളരെ ഈസിയാണ്. അതും കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോഴും സിംഗുലർ വേർബ് ഏതാ പ്ലൂറൽ വേർബ് ഏതാന്ന് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൃത്യമായിട്ട് കേട്ടിരിക്കട്ടോ. അതായത് നമ്മുടെ ബോയ് എന്ന് പറഞ്ഞാൽ ഒരാളാണ് അല്ലേ. ബോയ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ഇത് ഒന്നിൽ കൂടുതൽ ആളുകളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അവസാനം എസ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക്
പ്ലൂരൽ കിട്ടി. അപ്പം ഒന്ന് മാത്രമുള്ളത് സിംഗുലർ, ഒന്നിൽ കൂടുതലുള്ളത് പ്ലൂരൽ. അപ്പം നോർമലി നമ്മൾ ഒരു നൗണിൻ്റെ അവസാനം നോർമലി ആട്ടോ എസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോർമലി പ്ലൂരൽ കിട്ടും അല്ലേ? ബോയ് ബോയ്സ്, ടീച്ചർ ടീച്ചേഴ്സ് അല്ലേ? എന്നാൽ വേർബിലേക്ക് വരുമ്പോൾ വേർബിൻ്റെ അവസാനം മക്കളെ കൃത്യമായിട്ട് നോക്കണേ. വേർബിൻ്റെ അവസാനം എസ് കാണാൻ സാധിക്കുകയാണെങ്കിൽ, ഒരു വേർബിൻ്റെ അവസാനം എസ് കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് സിംഗുലർ വേർബാണ്. വേർബിൻ്റെ അവസാനം എസ് ഇല്ലെങ്കിൽ അത് പ്ലൂരൽ. ഏതൊക്കെയാ എസ് കാണാൻ പറ്റുന്നത്? ഈസ് എസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് സിംഗുലർ വേർബാ. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പ്ലൂരൽ ആയിട്ട് വരുന്നതാണ് ആറ്. അതോടെ എന്താണ്? എസ് അല്ല. ഇനി എന്താ? വോസ് ഉണ്ട്, വേർ. ഇവിടെ ഹാസ് ഉണ്ട്, അവിടെ ഹാവ് ഉണ്ട്. ഇവിടെ ഡസ് ഉണ്ടെങ്കിൽ ഇവിടെ ഡു ആണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ഓക്സിലറി പഠിക്കേണ്ടത്. ഈസ് ആർ, വോസ് വേർ, ഹാസ് ഹാവ്, ഡസ് ഡു. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണേ. അവസാനം എസ് ഉള്ളത് സിംഗുലറാ. സിംഗുലർ വേർബ്, സിംഗുലർ വേർബ്, സിംഗുലർ വേർബ്, സിംഗുലർ വേർബ്. ഇനി എസ് ഇല്ലാത്ത പ്ലൂരൽ വേർബ്. ഇനി മെയിൻ വേർബുകൾ എങ്ങനെ വരിക? മെയിൻ വേർബുകളുടെ അവസാനം എസ് വരികയാണെങ്കിൽ പ്ലേസ്, പ്ലേ പ്ലൂരൽ. റൈറ്റ് എസ് കൊടുക്കുക, റൈറ്റ് എസ് ഇല്ലാത്ത. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? പ്ലൂരൽ വേർബ് എന്ന് പറയുന്നത് കേട്ടോ. പ്ലൂരലും സിംഗുലറും. ഇനി സിംഗുലറും പ്ലൂരലും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് ആരുടെ കൂടെ വരിക? സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബ് വരണം, പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂരൽ വേർബ് വരണം. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം ഉണ്ടാവുന്ന കേട്ടോ. അതിലാരൊക്കെ വരും? നമ്മുടെ ഹീ, ഷീ, ഇറ്റ്, ഈ സാധനങ്ങളൊക്കെ സിംഗുലറാ. എന്നാൽ പ്ലൂരലായിട്ട് നമ്മൾ കാണുന്നത് യു, ദേ, വി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്ലൂരലാണ് കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കും. അപ്പം നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചർ കിട്ടിയില്ലേ? ഇനി നമ്മൾ നോക്കുമ്പോൾ മിസ്റ്റർ ജോൺ ആണ്, ഒരാൾ മാത്രം. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ എവറിഡേ ഉണ്ട്, ഹാബിറ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? യെസ്, റൈറ്റ്സ്. മിസ്റ്റർ ജോൺ റൈറ്റ്സ് ലെറ്റേഴ്സ് എവറി ഡേ അല്ലേ? മിസ്റ്റർ ജോൺ റൈറ്റ്സ് ലെറ്റേഴ്സ് എവറി ഡേ എന്നുള്ള. അപ്പം എവറി ഡേ, യൂഷ്വലി, ഓൾവേസ്, സംടൈംസ്, ഓഫൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് കീ വേർഡുകൾ വരുന്നത് കേട്ടോ. യെസ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. പ്രീത ഡാഷ് വിത്ത് an accident last week. Is meeting, has met, meets, met. This is a very important question. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു പാസ്റ്റിലെ സമയം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്ന ഒരു സമയം കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് എവറി ഡേ, എല്ലാ ദിവസവും, യൂഷ്വലി, ഓൾവേസ്, സംടൈംസ്, ഓഫ്റ്റൻ തുടങ്ങിയിട്ടുള്ള സാധനമാണ്. ഇവിടെ ലാസ്റ്റ് വീക്കാണ്. നിങ്ങൾക്ക് യെസ്റ്റർഡേ എന്ന് കാണാം. 2 days ago, 3 days ago, in 1994. അപ്പോൾ കഴിഞ്ഞു പോയൊരു സമയം നിങ്ങളുടെ സെൻറ്റൻസിൽ നിങ്ങൾ കാണുകയാണ്. കൃത്യമായിട്ട് കേട്ടോ. കഴിഞ്ഞു പോയൊരു സമയം. യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, 2 days ago, 1 month ago, in 1994, on August 15th, 1947 എന്നൊക്കെ നമ്മൾ പറയാണ്. അപ്പോൾ ഇങ്ങനെ മക്കളെ നമ്മുടെ ടൈം കാണിക്കുന്ന, പാസ്റ്റ് ടൈം കാണിക്കുന്ന ടൈമുകൾ സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ പ്രസൻ്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് ശേഷം വേർബിൻ്റെ രണ്ടാമത്തെ രൂപം. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ വേർബിന്റെ ഒന്നാമത്തെ രൂപം. സബ്ജക്റ്റിനനുസരിച്ചിട്ട് എസ് ഫോമും ബേസ് ഫോമും യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈസ് മീറ്റിംഗ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഹാസ് മെറ്റ് കൊടുക്കാൻ പറ്റുമോ? മീറ്റ്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. വേർബിന്റെ രണ്ടാമത്തെ രൂപം മെറ്റ് എന്നുള്ളത്. അപ്പൊ പ്രീത മെറ്റ് വിത്ത് an accident last week. ഇനി അടുത്ത ചോദ്യം. The bell dash before I reached the school. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് വരുന്നത്. The bell dash before I reached the school. ഈ സെൻറ്റൻസ് വായിച്ചു നോക്കും നിങ്ങൾ. ബിഫോർ എന്നുള്ളത് അടുത്ത കീവേഡ്. ബിഫോർ I reached school.
ഞാൻ സ്കൂളിൽ എത്തുന്നതിന് മുന്നേ, ഞാൻ സ്കൂൾ എത്തുന്നതിന് മുന്നേ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ലേ സെന്റൻസ് വരുന്നത്. അപ്പൊ നോക്കണേ നിങ്ങൾ, 2 ആക്ഷൻ ഉണ്ട്. ഒന്ന് ബെല്ലിന്റെ റിങ്ങിങ് ഉണ്ട്, രണ്ടാമത്തത് എൻ്റെ റീച്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ. റിങ്ങും ഉണ്ട് റീച്ചും ഉണ്ട്. ഈ 2 ആക്ഷനും പാസ്റ്റിൽ നടന്നതാ. 2 ആക്ഷനും പാസ്റ്റിൽ നടന്നതാ. ബെല്ലടിക്കുക എന്ന് പറഞ്ഞതും ഞാൻ അവിടെ എത്തുക എന്ന് പറഞ്ഞതും 2 ആക്ഷനും പാസ്റ്റിൽ നടന്നതാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ബിഫോർ വരുവാണ്. അപ്പൊ ഞാൻ എത്തുന്നതിന് മുന്നേ, ഈ പാസ്റ്റിലെ ആക്ഷന് മുന്നേ ഈ പാസ്റ്റിലെ ആക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പാസ്റ്റിലെ ആക്ഷന് മുന്നേ മറ്റൊരു ആക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? കംപ്ലീറ്റ് സ്ട്രക്ചർ. ഒരു ആക്ഷന് മുന്നേ മറ്റൊരു ആക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ 2 ആക്ഷൻ ഉണ്ട്. ആദ്യം നടന്ന ആക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റിൽ കൊടുക്കേണ്ടത്. നോക്കണേ നിങ്ങൾ, ആദ്യത്തെ ആക്ഷൻ, അതായത് നമ്മൾ ബെല്ലടിക്കുന്ന റിങ് എന്നുണ്ടല്ലോ, ഇതാണ് നമ്മൾ ഹാഡ് പ്ലസ് V3 എഴുതേണ്ടത്. എന്നാൽ രണ്ടാമത് നടന്ന ആക്ഷൻ ഉണ്ട്, റീച്ച് എന്ന് പറയുന്ന സാധനം. ഇത് വേർബിന്റെ രണ്ടാമത്തെ രൂപത്തിൽ എഴുതിയാൽ മതി. അപ്പൊ 2 ആക്ഷൻ. ഇതിൽ ആദ്യം നടന്നത് ഏതാ? ഹാഡ് പ്ലസ് V3 ആണ്. രണ്ടാമത് നടന്നത് V2 ആണ്. ആ കാര്യം ഓർമ്മയുണ്ടായിരിക്കട്ടാ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചോദ്യം നോക്കണേ നിങ്ങൾ, ദ ബെൽ ഡാഷ് റീച്ച് ബിഫോർ ഐ റീച്ച് ദ സ്കൂൾ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ഹാഡ് റങ് കേട്ടോ. ദ ബെൽ ഹാഡ് റങ് ബിഫോർ ഐ റീച്ച് ദ സ്കൂൾ എന്നുള്ളതാണ്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ അതാണ് മറ്റൊരു ടെൻസിന്റെ ചോദ്യം വരുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങൾ, 3 ടെൻസുകളാണ് കോമൺ ആയിട്ട് നമുക്ക് വരാം. ഒന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ്. കോമൺ ആയിട്ട് എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല കേട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ അതിലെ കീവേഡ് എന്ന് പറഞ്ഞാൽ എവ്രി ഡേ, എവ്രി വീക്ക്, എവ്രി സൺഡേ, ഓൾവേസ്, യൂഷ്വലി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വരും. അപ്പൊ നമ്മുടെ ഹാബിറ്റ് ആണോ അത് പറയുന്നത് നോക്കുക. അപ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. ദെൻ സിമ്പിൾ പ്രസന്റിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. The earth revolves around the sun. The earth revolves around. അതായത് ഈ സയന്റിഫിക് ഫാക്റ്റുകൾ, അതേപോലെ ഇങ്ങനെയുള്ള ജോഗ്രഫിക്കൽ ഫിനോമിനൻ, അതേപോലെ നമ്മളെ എന്ത് നോക്കിയാലും ട്രൂ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ എന്താ കൊടുക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ 2 യൂസ് ഉണ്ടാവുക. അതിൽ കോമൺ ആയിട്ട് കേട്ടിട്ട് പരീക്ഷകളിൽ വരിക ഞാൻ പറഞ്ഞ പോലെ എവ്രി ഡേ, യൂഷ്വലി, ഓൾവേസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് കൊടുക്കുക. ഇനി സിമ്പിൾ പാസ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടൈം അവിടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. പാസ്റ്റ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പ്രസന്റ് പെർഫെക്റ്റിലൊന്നും കൊടുക്കാൻ നിൽക്കരുത്. പാസ്റ്റ് ടൈം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് കൊടുക്കുക, വേറെ ഒന്നും നോക്കേണ്ട. ഇനി അവസാനത്തത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ഉള്ളത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 ആക്ഷൻ ഉണ്ടാവും, ഒരു ആക്ഷന് മുന്നേ മറ്റൊരു ആക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. സാധാരണ കീവേഡുകൾ ഏതൊക്കെയാ വരിക? ബിഫോർ ഉണ്ടാവും, വെൻ ഉണ്ടാകും, ബൈ ദ ടൈം ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക നിങ്ങൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത് നടക്കുന്നത് പാസ്റ്റ് സിമ്പിളിലും ആദ്യം നടക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് വരേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. ഇനി അടുത്തതിലേക്ക് കോമൺ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കണ്ടീഷണൽ സെന്റൻസ്. കണ്ടീഷണൽ സെന്റൻസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് നോക്കി വെക്കേണ്ടത്. 3 എണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുക. 3 കണ്ടീഷനാണുള്ളത്. 3 കണ്ടീഷൻ്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തത് ഇഫ് ക്ലോസ് ആണ്, നമ്മുടെ കണ്ടീഷൻ പറയാണ്. രണ്ടാമത്തത് മെയിൻ ക്ലോസ് ആണ്, നമ്മുടെ റിസൾട്ട് പറയുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഇഫ് ക്ലോസിലുള്ള വേർബിൻ്റെ ഫോം എന്ന് പറയുന്നത് V1 ആയിരിക്കും. വേർബിൻ്റെ 1ാമത്തെ രൂപമായിരിക്കും. അപ്പോൾ ഇഫ് ക്ലോസിൽ നിങ്ങൾ V1 കാണുകയാണെങ്കിൽ മെയിൻ ക്ലോസിൽ നിങ്ങൾ ചെയ്യേണ്ടത് വില്ലോ ക്യാനോ എടുക്കുക. വില്ലോ ക്യാനോ എടുത്തിട്ട് അതിനുശേഷം വേർബിൻ്റെ 1ാമത്തെ രൂപം എഴുതുക. ഇത്രേ പണുള്ളൂ.
അപ്പോൾ ഇത് സ്ട്രക്ചർ കാണാതെ പഠിച്ചോ. അപ്പോൾ V1 ഇഫ് ക്ലോസിൽ നിങ്ങൾ ഇഫ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഇഫ് ഉണ്ടാകും ആദ്യം, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നു. സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് വേർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അപ്പുറത്ത് നിങ്ങൾ വില്ലോ ക്യാനോ V1 കൊടുക്കണം. ഇനി തിരിച്ചും ചോദിക്കട്ടോ, മെയിൻ ക്ലോസിൽ വില്ല് ക്യാന് പ്ലസ് V1 തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇഫ് ക്ലോസിൽ ഏതാ വരുന്നത്, അപ്പോൾ V1 തിരിച്ചെടുക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ, ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് കേട്ടോ, അത് ഓർമ്മയുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തേൽ എന്താ വരിക, V1 കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് V2 ആ. V2 ആകുമ്പോൾ നമ്മൾ വില്ലും ക്യാനും അല്ല, വില്ലിന് പകരം വുഡ് യൂസ് ചെയ്യും. വില്ലിന് പകരം വുഡ്, ക്യാനിന് പകരം കുഡ്, എന്നാലും വേർബിൻ്റെ ഒന്നാമത്തെ രൂപം തന്നെ വരണം. V1 ആണെങ്കിലും V1 ആണ്, V2 വരികയാണെങ്കിലും മെയിൻ ക്ലോസിൽ V1 തന്നെ. നമ്മൾ വില്ലിനെയും ക്യാനിനെയും മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ കേട്ടോ, അത് ഓർത്തിരിക്കുക. ഇനി അവസാനത്തെ ഒരു സാധനം കൂടെ ഉണ്ട്, തേർഡ് കണ്ടീഷൻ. അപ്പം നമുക്കുള്ളത് V3 ആണ്. V3 ഒറ്റക്ക് നമ്മൾ പറഞ്ഞേക്കൂലല്ലോ, ഇതിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കും. ഹാഡ് പ്ലസ് V3 നിങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ വുഡ് അല്ലെങ്കിൽ കുഡ്, അതിനുശേഷം ഹാവ്, അതിനുശേഷം V3. കുഡ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് പ്ലസ് V3 ഒക്കെയാണ് നമ്മൾ കൊടുക്കട്ടെ. സോ അത് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു പാറ്റേൺ അങ്ങ് നിങ്ങൾ കാണാതെ പഠിച്ചോ. വേറെ ഒന്നും നോക്കണ്ട. ഈ പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ, അല്ലല്ലോ, ഇതിന് മുന്നേ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഇഫ് ഷീ റീച്ച്ഡ് ദർ ഏർലി ഷീ ഡാഷ് ഹിം. ഷീ ഡാഷ് ഹിം. ഇവിടെ നോക്കണം നിങ്ങൾ, ഇഫ് ക്ലോസ് ഉണ്ട്. ഇഫ് കണ്ടു, സബ്ജക്റ്റ് കണ്ടു, അത് കഴിഞ്ഞിട്ട് റീച്ച്ഡ്, വേർബിൻ്റെ രണ്ടാമത്തെ രൂപം നമ്മൾ നോക്കൂ, വേർബിൻ്റെ രണ്ടാമത്തെ രൂപം. അപ്പോൾ വുഡോ കുഡോ വേണം, എന്നിട്ട് V1 ആണ്. അപ്പോൾ നമ്മൾ നോക്കാം, കുഡ് ഹാവ് മെറ്റ്, ഹാവ് വേണോ വേണ്ട, കുഡ് മെറ്റ്, കുഡിന് ശേഷം മെറ്റാണ്, V2 ആ കൊടുക്കേണ്ടത്. അതും കൊടുക്കാൻ പറ്റുമോ, ഇല്ല. കുഡിന് ശേഷം വേർബിൻ്റെ ഒന്നാമത്തെ രൂപം കൊടുക്കണം. കുഡിനോ വുഡിനോ ശേഷം വേർബിൻ്റെ ഒന്നാമത്തെ രൂപം നമ്മൾ അവിടെ കൊടുക്കണം, അത് ഓർമ്മയുണ്ടായിരിക്കാം. അപ്പോൾ ഇഫ് ഷീ റീച്ച് ദർ ഏർലി ഷീ കുഡ് മീറ്റ് ഹിം. ഇനി അടുത്ത ചോദ്യം, യു ഡാഷ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ ഇഫ് യു ഹാഡ് ലിസൺഡ്. കണ്ടോ, ഹാഡ് പ്ലസ് ലിസൺ. അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെടുക്കണം, വുഡോ കുഡോ, അത് കഴിഞ്ഞിട്ട് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ്, വിൽ ഹാവ്, വോണ്ട് ഹാവ്, വുഡിൻ ഹാവ്. ഇതിലേതാ കൊടുക്കാൻ പറ്റുക? ഇവിടെ ഓൾറെഡി അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്ന വേർബ് ഉണ്ട്, വേർബിൻ്റെ മൂന്നാമത്തെ രൂപമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വുഡ് ഹാവ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ബെറ്റർ, നീ നന്നായിട്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, നീ അത് നന്നായിട്ട് ലിസൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഇവിടുത്തെ വരുന്നത് കേട്ടോ. സോ അത് ഓർമ്മയിലുണ്ടായിരിക്കാം. ഇനി അടുത്തത് നോക്കണേ നിങ്ങൾ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പലരും തെറ്റിക്കുന്ന ഒരു സാധനമാണ്. ഇതൊന്ന് നോക്കൂ നിങ്ങൾ, ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. അപ്പോൾ ഇവിടെ ഹാഡ് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെടുക്കും, വുഡ് ഹാവോ കുഡ് ഹാവോ നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾ പലരും എന്ത് പറയും, ആൻസർ ഓപ്ഷൻ എ പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് പോകും. ബട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഹാഡ് മാത്രമാണോ വരേണ്ടത്? അല്ല, ഹാഡ് മാത്രമല്ല വരേണ്ടത്, ഹാഡ് പ്ലസ് V3 കൂടെ വരണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാഡിന് ശേഷം മണി എന്ന് പറയുന്ന നൗണാ വരുന്നത്. V3 ഉണ്ടോ? ഹാഡിന് ശേഷം V3 ഇല്ല. അപ്പോൾ ഹാഡിന് ശേഷം V3 ഇല്ലെങ്കിൽ നിങ്ങളത് തേർഡ് കണ്ടീഷൻ അല്ല. ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ മാത്രമേ അത് തേർഡ് കണ്ടീഷൻ ആവുന്നുള്ളൂ. വെറും ഹാഡ് മാത്രമാണെങ്കിൽ അത് സെക്കൻഡ് കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തെടുക്കണം, വുഡ് എടുക്കണം. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. സോ അത് ഓർത്തിരിക്കണ്ട. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഹാഡ് മാത്രം കണ്ടു എന്ന് വിചാരിച്ചു നിങ്ങൾ തേർഡ് കണ്ടീഷനിലേക്ക് പോരുത്. ഹാഡ് പ്ലസ് V3 നേരത്തെ കണ്ടല്ലോ, ഇഫ് യു ഹാഡ് ലിസൺഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്. ഇവിടെ എന്താ ചോദിച്ചത്, മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്.
മെയിൻ ക്ലോസ് നമ്മളോട് തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, ഇഫ് ക്ലോസ് കണ്ടുപിടിക്കണം. യു വിൽ ഗെറ്റ് ഹൈ മാർക്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വില്ലും വേർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ്. വില്ലും വേർബിൻ്റെ ഒന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇഫ് ക്ലോസിൽ V1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് എന്താണ്, ഇഫ് യു വർക്ക്ഡ് V2, ഹാഡ് വർക്ക്ഡ്, ഹാഡ് പ്ലസ് V3 ആണ്. ഇവിടെ ഹാസ് വർക്ക്ഡ് അല്ല, ഇഫ് യു വർക്ക് ഹാർഡ് അല്ലേ, യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് ഇഫ് യു വർക്ക് ഹാർഡ്. നീ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും അല്ലേ, അത്രയാണ്. അപ്പോൾ ഇതാണ് 3 കണ്ടീഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇഫ് ക്ലോസ് തന്നിട്ട് മെയിൻ ക്ലോസ് ചോദിക്കാം, മെയിൻ ക്ലോസ് തന്നിട്ട് ഇഫ് ക്ലോസും ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി നമുക്ക് കുറച്ച് കോൺകോഡിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. വൺ ഓഫ് ദ ഡാഷ് കം ഫോർ ദ സ്പെഷ്യൽ ക്ലാസ്. ഗേൾ ഹാസ്, ഗേൾസ് ഹാവ്, ഗേൾസ് ഹാസ്, ഗേൾ ഹാവ്. അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഇത് ചോദ്യം വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ വൺ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. വൺ ഓഫ്, ഒന്നിനെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മളൊരു സാധനത്തിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കണം. മിനിമം അവിടെ എത്ര വേണം, 2 വേണം. ഒരു കൂട്ടത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ 2 നിന്നേ നമുക്ക് ഒന്നിനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഒന്നിൽ നിന്ന് നമ്മൾ ഒന്നിനെ തിരഞ്ഞെടുക്കാറില്ലല്ലോ നോർമലി, ഇല്ല. അപ്പം മിനിമം 2 എന്ന് പറഞ്ഞാൽ അത് പ്ലൂരൽ ആയില്ലേ. വൺ ഓഫിന് ശേഷം പ്ലൂരൽ നൗണ് വേണം. വൺ ഓഫിന് ശേഷം പ്ലൂരൽ നൗണ് വേണം. കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ ഉള്ളതിൽ നിന്ന് മാത്രമേ നമ്മൾ ഒന്നിനെ തിരഞ്ഞെടുക്കുള്ളൂ. രണ്ടാമത് നമ്മൾ ഒന്നിനെ തിരഞ്ഞെടുത്ത പ്ലൂരൽ നൗൺ എഴുതിയാലും നമ്മൾ ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്, അതിലെ ഒന്നിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ. അപ്പോൾ ഇവിടെ വൺ ഓഫ് പ്ലൂരൽ നൗണിന് ശേഷം സിംഗുലർ നൗണ് വരണം. സിംഗുലർ നൗൺ അല്ല, സിംഗുലർ വേർബ് വരണം. ഇത് കൃത്യമായിട്ട് പഠിച്ചോട്ടോ. വൺ ഓഫിന് ശേഷം സിംഗുലർ പ്ലൂരൽ നൗണ്, സിംഗുലർ വേർബ്. ഇപ്പോൾ വൺ ഓഫ് ദ ഗേൾസ് എന്ന് കൊടുക്കണം പ്ലൂരലായിട്ട്. വൺ ഓഫ് ദ ഗേൾസ്. അപ്പോൾ ഗേൾസ് ഉള്ളത് ആരൊക്കെയാ? ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ ഡി തെറ്റാണ്. ഗേൾസ് ഉണ്ടായി വിചാരിച്ചിട്ട് അതിന് പ്ലൂരൽ കൊടുക്കണോ? വേണ്ട. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. കാരണം ഒരാളെ കുറിച്ചിട്ടാണ്. വൺ ഓഫ് ദ ഗേൾസ് ഹാസ് കം ഫോർ ദ സ്പെഷ്യൽ ക്ലാസ്. അപ്പം ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു സ്ട്രക്ചറാണ് വൺ ഓഫ്. വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലൂരൽ നൗൺ ആണ് തൊട്ടപ്പുറത്ത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്ലൂരൽ വേർബ് എടുക്കാൻ നിൽക്കരുത്, സിംഗുലർ വേർബ്. കാരണം നമ്മൾ ഒരാളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. സോ അതോർത്തിരിക്കും. ഇനി അടുത്തത്, രമ ആസ് വെൽ ആസ് മോഹൻ ഡാഷ് പാസ് ദ എക്സാം. രമ ആസ് വെൽ ആസ് മോഹൻ പാസ് ദ എക്സാം എന്ത് കൊടുക്കാൻ പറ്റും? ഹാവ്, ഹാസ്, ഈസ്, വോസ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു റൂള് കൂടെ ഞാൻ പറഞ്ഞുതരാം. 2 നൗണുകളുണ്ട്, രമയുണ്ട്, മോഹനുണ്ട്. 2 നൗണുകളെ ആസ് വെൽ ആസ്, ഇനി ടുഗെദർ വിത്ത്, അല്ലെങ്കിൽ അലോങ് വിത്ത്, ഇനി അതുമില്ല വെറും വിത്ത്, ഇനി അതുമില്ല വെറും ഒരു ഓഫ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 2 നോക്കണേ നിങ്ങൾ. 2 നൗണുകളുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ഈ നൗണുകൾ എ ആസ് വെൽ ആസ്, ബി, എ ടുഗെദർ വിത്ത്, ബി, എ അലോങ് വിത്ത്, ബി, എ വിത്ത് ബി, എ ഓഫ് ബി, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സബ്ജക്റ്റ് ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വേർബ് ചൂസ് ചെയ്യണം. ഇത് പഠിച്ചു വെച്ചോട്ടോ ആദ്യത്തെ അനുസരിച്ച്. അപ്പം രമയും മോഹനും ഉണ്ട്. അപ്പം രമക്കനുസരിച്ച് രമ ഹാസ് പാസ് ദ എക്സാം കേട്ടോ. രമ ഹാസ് പാസ് ദ എക്സാം അതാണ് വരേണ്ടത്. സോ അത് ഓർത്തിരിക്കും. ഇനി നമ്മൾ അടുത്ത ചോദ്യം, നീദർ ഓഫ് ദ ബോയ്സ് എവ്രി വൺ ഓഫ് ദം ഡാഷ് ഗോയിങ് ഹോം ഓൺ ടൈം ടു ക്യാഷ് ദ ബസ്. വോസ് വേറ്, വേറ് വോസ്, വോസ് വോസ്, വേറ് വേറ്. ഇവിടെ നിങ്ങൾ നോക്കണേ, നിങ്ങൾ നീദർ ഓഫ് ദം ബോയ്സ് എന്ന് കണ്ടിട്ട് ബോയ്സ് ആണ്. ഇവിടെ എവ്രി വൺ ഓഫ് ദം കണ്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റൂള് പറഞ്ഞുതരാം. നീദർ എങ്ങനെ വന്നു കഴിഞ്ഞാലും എവ്രി എങ്ങനെ വന്നു കഴിഞ്ഞാലും ഓർത്തു വെച്ചോളൂ. നീദർ എങ്ങനെ വന്നു കഴിഞ്ഞാലും എവ്രി എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിനുശേഷം സിംഗുലർ വേർബ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം സിംഗുലർ വേർബ് ആണ് കൊടുക്കേണ്ടത്. എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് അത് ഓർത്തിരുന്നാൽ മതി. അപ്പം ഇവിടെ സിംഗുലർ നൗൺ ആയിട്ട് 2 ഉള്ളൂ. നീദർ ഓഫ് ദ ബോയ്സ് വാസ് ഓൺ ടൈം ടു ക്യാച്ച് ദ ബസ് ഹോം. എവ്രി വൺ ഓഫ് ദം വാസ് ഗോയിങ് ഹോം ഏർലി കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് ചോദിച്ചു പോവാണ് കേട്ടോ. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത്,
നീദർ സാം നോർ ഹിസ് ബ്രദേഴ്സ്. ഇവിടെ നീദർ അല്ല കേട്ടോ, ഇവിടെ നീദർ നോറാ വന്നത്. നീദർ നോർ. അപ്പൊ നീദർ സാം 1, ബ്രദേഴ്സ് 2. അപ്പൊ ഏത് വേർബ് കൊടുക്കും എന്നുള്ളതാണ്. ഇതും നമ്മുടെ കോൺകോഡിന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ് മക്കളെ. നീദർ എ നോർ ബി. ഇനി നീദറിന് പകരം ഈദർ ആണ് അല്ലെങ്കിൽ ഓറാണ് വരികയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേർബ് ചൂസ് ചെയ്യാം കേട്ടോ. ഇതിനനുസരിച്ചിട്ട് വേർബ്. അപ്പൊ നീദർ എ എന്ന് പറയുന്നത് എന്താണ്? സാം ആണ്, സിംഗുലർ ആണ്. ബ്രദേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. അപ്പൊ നമ്മൾ ബ്രദേഴ്സിനനുസരിച്ചിട്ട് നീദർ സാം നോർ ഹിസ് ബ്രദേഴ്സ് ആർ പ്രസന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇതാണ് നമ്മൾ കോൺകോഡിന്റെ കുറച്ച് കാര്യങ്ങളെ എടുത്തിട്ടുള്ളൂ. ഒന്നാമത്തെ നമ്മൾ വൺ ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. 2 കാര്യങ്ങൾ ഓഫ്, വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ് തുടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റിന് നീദറും എവ്രി ഒക്കെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വേർബ്, നീദർ നോർ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ട് നമ്മൾ വേർബ് കൊടുക്കും കേട്ടോ. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആണ്. ഈ ക്വസ്റ്റ്യൻ ടാഗും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫിനിഷ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ്. മൈ ഫാദർ റിയലി സ്മോക്ഡ് എ പൈപ്പ്. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് സിംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നെഗറ്റീവ് വാക്കുകളൊന്നുമില്ല. ബട്ട് ഇവിടെ റയലി എന്ന് പറയുന്ന വാക്ക് കണ്ടു. റയലി, ഹാർഡ്ലി, സെൽഡം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആവും ഓട്ടോമാറ്റിക്കലി. മൈ ഫാദർ റിയലി സ്മോക്ഡ് എ പൈപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ വലിക്കാറില്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണ് സെന്റൻസ്, പോസിറ്റീവ് ടാഗ് വരണം. അപ്പൊ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിഡിന്റ് കൊടുക്കാൻ പറ്റൂല അല്ലേ? പിന്നെ ഉള്ളത് വേർ ഹി, വാസ് ഹി, ഡിഡ് ഹി. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? സ്റ്റേറ്റ്മെന്റിൽ എന്തില്ല? ഓക്സിലറി ഇല്ല. ഓക്സിലറി ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഓക്സിലറി ഇല്ലെങ്കിൽ മെയിൻ വേർബിന്റെ രൂപം നോക്കും. മെയിൻ വേർബിന്റെ രൂപം ബേസ് രൂപമാണ് എങ്കിൽ നമ്മൾ ഡു ഡോണ്ട് എടുക്കും. ബേസ് രൂപം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയായിരിക്കും, പ്ലേ ബേസ് രൂപമാണ്. ഇനി അതിൻ്റെ എസ് ഫോം ആണെങ്കിലോ, അതായത് നിങ്ങൾ ഡസ് എടുക്കണം, അതായത് നിങ്ങൾ കാണുന്നത് പ്ലേസ് എന്നായിരിക്കും. ഇനി അതിൻ്റെ പാസ്റ്റ് ഫോം ആണെങ്കിൽ നിങ്ങൾ ഡിഡ് എടുക്കുക. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലേഡ് എന്നായിരിക്കും. അപ്പോൾ പ്ലേ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡു എടുക്കുക, പ്ലേസ് അവസാനം എസ് കണ്ടാൽ ഡസ് എടുക്കുക, അവസാനം ഇ ഡി കണ്ടാൽ ഡിഡ് എടുക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്മോക്ഡ് ഇ ഡി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഡിഡ് ഹി എന്നാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ റയലി, ഹാർഡ്ലി, സെൽഡം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അത് നെഗറ്റീവ് ആകും, പോസിറ്റീവ് ടാഗ് വരണം എന്നുള്ള കാര്യം ഓർമ്മയുണ്ടായിരിക്കുക. അടുത്ത ചോദ്യം, യെസ്, ലെറ്റ്സ് ഹാവ് സം ഫൺ. വളരെ ഈസി ആയിട്ട് ചോദ്യമാണ്. ക്യാൻ വി, വിൽ യു, കുഡ് വി, ഷാൾ വി. നിങ്ങൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെറ്റസിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യം ഓർത്തിരിക്കുക, ഷാൾ വി. ലെറ്റസ് ഇങ്ങനെയും വരാം, അല്ലെങ്കിൽ ലെറ്റസ് എന്നുകൂടെ വരാം കേട്ടോ. ലെറ്റസ് ഇങ്ങനെയും വരാം. എങ്ങനെ വന്നാലും പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഷാൾ വി കൊടുക്കുക. യെസ്, ഐ ആം ഓൺ ദ റൈറ്റ് ട്രാക്ക്. എന്ത് കൊടുക്കാൻ പറ്റും? ആറിൻ്റെ, ആമിൻ്റെ, ആം ഐ, നൺ ഓഫ് ദീസ്. ആമു വരികയാണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? ആറിൻ്റെ ഐ. ഐ ആം ഓൺ ദ റൈറ്റ് ട്രാക്ക്, ആറിൻ്റെ. ഇനി ഐ ആം നോട്ട് ഓൺ ദ റൈറ്റ് ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾ RI കൊടുക്കാൻ നിൽക്കരുത്, ആം ഐ തന്നെ കൊടുക്കണം കേട്ടോ. നെഗറ്റീവ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ആറിൻ്റെ എടുക്കുന്നത് കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആം ഐ തന്നെയാണ് കിടുന്നത് കേട്ടോ. സോ അത് ഓർത്തിരിക്കും. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പാറ്റേൺ കൈമാറാം അല്ലേ? അപ്പോൾ എവ്രിബഡി വോണ്ട്സ് ടു ബി ഹാപ്പി. ഡസിൻ ദേ, ഡു ദേ, ഡസ് ദേ. അപ്പം ഞാൻ നേരത്തെ ഒരു സാധനം പറഞ്ഞല്ലേ, മെയിൻ വേർബിനനുസരിച്ചിട്ട് നമ്മൾ ഓക്സിലറി കണ്ടുപിടിക്കണം. അപ്പോൾ വോൺസ് ആണ്, അവസാനം എസ് ആണ്, അപ്പോൾ ഡസ് എടുക്കുന്നു. ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്, അപ്പം നമ്മൾ നെഗറ്റീവ് എടുക്കുന്നു. എവ്രിബഡിക്ക് നമ്മൾ കൊടുക്കുന്നത് ഏതാ? ദേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂരൽ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വി, ദേ, യു ഒക്കെ പ്ലൂരലാണ്. അപ്പോൾ ഡസ് സിംഗുലർ അല്ലേ? എസ് ഫോം അല്ലേ? ഇത് രണ്ടും ഒരുമിച്ച് വരുമോ? ഇല്ലല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? എവ്രിബഡി, അതേപോലെ എവ്രി വൺ, ഇനി സംബഡി, നോബഡി, അല്ലെങ്കിൽ നോ വൺ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ പ്രോനോണ് നിങ്ങൾ ദേ ആണ് എടുക്കുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ട വേർബ് ചിലപ്പോൾ സിംഗുലർ ആയിരിക്കും. വേർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലൂരൽ ആയിട്ട് എടുക്കണം. ഈസ് കണ്ടാൽ നിങ്ങൾ ആർ എടുക്കുക, വോസ് കണ്ടാൽ വേർ എടുക്കുക, ഹാസ് കണ്ടാൽ ഹാവ് എടുക്കുക, ഡസ് കണ്ടാൽ ഡു എടുക്കുക കേട്ടോ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ദേ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡോൺ ദേ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലെ മെയിൻ വേർബിനനുസരിച്ചിട്ട് എന്ത് ചെയ്യരുത്, ടാഗ് എടുക്കരുത്. മെയിൻ വേർബിന് അടുത്തെടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ദേ എന്നുള്ളത് സിംഗുലർ അല്ല, പ്ലൂരലാണ്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ഈസ് ആണെങ്കിൽ അവിടെ കൊടുത്തതെങ്കിൽ നമ്മൾ ആർ ഇൻ ദേ, വോസ് ആണെങ്കിൽ വേർ ഇൻ ദേ, ഹാസ് ആണെങ്കിൽ ഹാവ് ഇൻ ദേ, ഡസ് ആണെങ്കിൽ ഡോൺ ദേ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പം ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ എന്ത് ചെയ്യട്ടെ, പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അടുത്ത ആരാണ് അവർ വന്നിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് കൃത്യമായിട്ട് ടോപ്പിക്ക് പറഞ്ഞുതരും കേട്ടോ, കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് കേട്ടോ. യെസ്.